മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ അസ്വസ്ഥനാകുന്നു. ഈ തിരുവചനത്തിൻ്റെ കൃപയാൽ നിങ്ങളേവരുടെയും നിയോഗങ്ങളെ ദൈവം സഫലമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ ഒരേ നിയോഗത്തിനായി മനമുരുകി പ്രാർത്ഥിച്ചാലോ? മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റിയും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവിക ഇടപെടലിനെ പറ്റിയും ഈ നഴ്സിൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം: നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി രുചിച്ചറിഞ്ഞ ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ പേര് ബിബിൻ, ഇത് ഭാര്യ ജോസ്നി, ഞങ്ങളുടെ മോൻ ജൂലിയൻ. ഞങ്ങൾ ഇവിടെ 4 വർഷമായിട്ട് UAE ഫുജൈറ എന്ന സ്ഥലത്ത് ഫാമിലിയായിട്ട് താമസിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഒന്നായി നഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് ഒത്തിരി പേർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണ്. അതിൽ ശക്തമായി തന്നെ പങ്കുചേർന്നുകൊണ്ട് പോകുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടേത്. ഈ മധ്യസ്ഥ പ്രാർത്ഥന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഫുജൈറയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാലും പ്രസവത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. 2013 ജൂലൈ 16-നാണ് ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചത്. ജൂലൈ 15-ന് വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഗർഭകാലത്ത് യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതിരുന്നതിനാൽ വളരെ ലാഘവത്തോടു കൂടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. 16-ാം തീയതി രാവിലെ തന്നെ വേദന തുടങ്ങുവാനുള്ള മരുന്ന് തന്നു. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെ വേദന ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 6 മണിയായപ്പോൾ കുഞ്ഞ് ജനിച്ചു. അതുവരെയുള്ള കാര്യങ്ങൾ ഏകദേശം സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം അറ്റൻഡ് ചെയ്ത ഡോക്ടർ രക്തസ്രാവം വളരെ കൂടുതലാണ്, അതുകൊണ്ട് സീനിയർ ഡോക്ടറെ വിളിക്കാനായിട്ട് ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയ ആശങ്ക രൂപപ്പെട്ടു. പക്ഷെ അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാനൊരു അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് ഇതിനാണ്. ഇന്ന് ഏകദേശം 6 മണി കഴിഞ്ഞ് കാണുമ്പോൾ ലേബർ റൂമിലെ സിസ്റ്റർ വന്ന് പറഞ്ഞു, ജോസ്നിയുടെ ഡെലിവറി കഴിഞ്ഞു, നോർമൽ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞ് ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം മോനെ ഞങ്ങളെ കാണിക്കുകയും അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങി വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റർ വീണ്ടും വന്ന് പറഞ്ഞു, ചെറിയ ബ്ലീഡിംഗ് ഉണ്ട്, അത് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് കൂടുവാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട വരും എന്ന് സൂചനയൊക്കെ തന്നിരുന്നു. എന്നിരുന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടർ പെട്ടെന്ന് വരികയും ജോസ്നിയെ വളരെ വേഗത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ പോകുന്ന വഴി മാത്രമേ എനിക്കൊന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജോസ്നിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ചെറിയൊരു മൂളലും ഞരക്കവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിളിച്ചിട്ട് പ്രതികരിക്കണമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം ഒത്തിരി ബ്ലഡ് പോയതിനാൽ BP കിട്ടുന്നില്ല, അതുപോലെ തന്നെ ബ്ലഡ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞവർ അപ്പം തന്നെ ഒരു 5 ബോട്ടിലോളം ബ്ലഡ് കൊടുത്തെന്നാണ് പറഞ്ഞത്.
അപ്പോൾ തന്നെ വെൻറ്റിലേറ്റർ സപ്പോർട്ട് വേണമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ വെൻറ്റിലേറ്റർ സപ്പോർട്ടിലാക്കി ജോസ്നിയെ ICUവിലേക്ക് ഉടൻ തന്നെ ഷിഫ്റ്റ് ചെയ്തു. ഇതിനുശേഷം ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരം ഒബ്സർവേഷനിൽ വെക്കേണ്ടി വരും, അത് വെൻറ്റിലേറ്റർ സപ്പോർട്ടോട് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഒരു 3-4 ദിവസമെങ്കിലും വെൻറ്റിലേറ്ററിൽ ഉണ്ടാവും എന്നും പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഞങ്ങൾ പേരൻസും എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ഭയങ്കരമായൊരവസ്ഥയിലായിരുന്നു. ഞാൻ UAE-യിലുള്ള എൻ്റെ സഹോദരങ്ങളെയും നേഴ്സിംഗ് മിനിസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാരെയും ഒക്കെ വിളിച്ച് ഞാൻ എൻ്റെ സങ്കടം പറയുകയും അവർ എനിക്ക് പ്രാർത്ഥന സഹായം വാഗ്ദാനം ചെയ്യുകയും അതെനിക്കൊരു വലിയ ആശ്വാസമായിട്ട് അവിടെ ഇരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ സമയം ഏകദേശം രാത്രി 12 മണിയോളം ആയപ്പോൾ ഡോക്ടർ വീണ്ടും വന്നു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും ബ്ലീഡിങ് വീണ്ടും ഗുരുതരമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനിയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ചെയ്ത ഓപ്പറേഷൻ ഇനിയും റീഓപ്പൺ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ രണ്ടാമതും ഓപ്പറേഷനുള്ള പേപ്പർസ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങി അദ്ദേഹം ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്തു. എങ്കിലും ബ്ലഡ് ഇനിയും കൊടുക്കണം എന്ന് ആണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഈ വെൻറ്റിലേറ്ററിൽ തന്നെ ICUവിലേക്ക് മാറ്റി. അവിടെ ഏകദേശം 10 കുപ്പിയോളം ബ്ലഡ് കൊടുത്തു. എന്തിനും 2-3 ദിവസം കൂടി വെൻറ്റിലേറ്റർ കണ്ടിന്യൂ ചെയ്യണമെന്നും ഈ സർജറി ചെയ്ത ഡോക്ടറും അനസ്തറ്റിസ്റ്റും ആയ ഡോക്ടറും പറയുകയുണ്ടായി. അങ്ങനെ ഓപ്പറേഷന് ശേഷം ഒത്തിരി സഹോദരങ്ങൾ UAE-യിൽ നിന്നും ഫുജൈറയിൽ നിന്നും ഒത്തിരി പേരെന്നെ വിളിക്കുകയും രോഗിയുടെ അവസ്ഥ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫുജൈറ ഇടവകയിൽ കണ്ടിന്യൂസ് ചെയിൻ പ്രയർ പോകുന്നതായിട്ടും ഒക്കെ അവർ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒത്തിരി ആശ്വാസം ലഭിച്ചു ആ സമയത്ത്. ബിബിൻ, ജോസ്നി വെന്റിലേറ്ററിലായിരുന്നപ്പോൾ നീ രണ്ടാമത്തെ പ്രാവശ്യം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നിൻ്റെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ഫോണിലൂടെ ഞാൻ കേട്ടത്. ഇങ്ങനെയുള്ള ഒരവസ്ഥ നമ്മൾ രോഗികളിലാണ് കാണാറുള്ളത്. പക്ഷെ എന്നാൽ സ്വന്തം അനുഭവത്തിലൂടെ അത് കടന്നു വന്നപ്പോൾ നീ അതിനെ എങ്ങനെ തരണം ചെയ്തു എന്നൊന്ന് പറയാമോ? അതിനുശേഷം 2 ദിവസത്തിന് ശേഷം മോനെ അവിടെ NICUവിലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവിടുത്തെ ഡോക്ടർ മോൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എന്നെ അങ്ങ് വിളിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ OPD-യിൽ പോയി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം മോൻ്റെ കാര്യങ്ങൾ പറയുകയും അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവനെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം ഇവിടുന്ന്, കാരണം ജോസിൻ്റെ അവസ്ഥയൊന്ന് നേരെയായാൽ അങ്ങോട്ട് എപ്പോൾ വേണ്ടും മാറ്റാം എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം ജോസിനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അവിടെ ICUവിൽ വെൻറ്റിലേറ്ററൊന്നും വേണ്ടാതെ അവർ നടത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ മാറ്റുമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ ഭയങ്കര ആശ്ചര്യത്തോടെ പറഞ്ഞു, ഇതുവരെ ശരിക്കും ഒരു മിറാക്കിളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ഈ PPH എന്ന അസുഖം വന്ന ഒരു രോഗി പെട്ടെന്ന് ഇത്രയും റിക്കവറി ആവുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ കാണുകയായിരുന്നു. ശരിക്കും എല്ലാവരുടെയും ഫുജൈറയിലെയും UAE ഫുൾ എല്ലാവരുടെയും ഉള്ള പ്രാർത്ഥനയുടെ മാത്രം ഫലമായിട്ടാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. അതേ കൂട്ടുകാരെ, ഒന്നിച്ചു ചേർന്നുള്ള ഒരു പ്രാർത്ഥന അനുഭവത്തിൻ്റെ ഉത്തരം കിട്ടിയ വലിയ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി മാത്രമാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ആയിത്തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ ദൈവത്തിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. ഇപ്പോൾ നമുക്ക് തങ്ങളുടെ കഷ്ടതകളിൽ താങ്ങായി നിന്ന ദൈവത്തിന് നന്ദി പറയുന്ന കുറേ നഴ്സുമാരുടെ അനുഭവങ്ങൾ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അബുദാബിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് മിനിമോൾ മാത്യു. എനിക്ക് ജീവിത പങ്കാളിയും 3 മക്കളുമാണുള്ളത്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെറിയ അനുഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. സങ്കീർത്തനം 34:8 പറയുന്നു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാന്മാർ.
എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ 2006 കല്യാണം കഴിഞ്ഞ പാടെ ഇവിടെ ചെന്നു, വന്ന പാടെ ഹാദു പാസ്സായി, കുഞ്ഞുണ്ടായി. ഇങ്ങനെ സന്തോഷത്തോടെ പോകുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് സ്മെല്ലടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മൂക്കിലെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പോളിപ്പിൻ്റെ അസുഖമുണ്ട്, പോളിപ്പെക്ടമി ചെയ്യണം, അപ്പോൾ അതെടുത്ത് മാറ്റുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഓപ്പറേഷന് വിധേയനായി. അദ്ദേഹം അതിനുശേഷം ലീവൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാലിൽ ഒരു വേരിക്കോസ് വെയിൻ സ്ട്രിപ്പിംഗ് കൂടെ ചെയ്തു. അതും ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിചാരിതമായിട്ട് പനി തുടങ്ങി. പനിയുടെ കാരണം കണ്ടെത്താൻ അറിയുന്നില്ല. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഇൻഷുറൻസ് കാർഡ് തീർന്നു. അപ്പോൾ ഭാരിച്ച തുക അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഓരോ ദിവസവും നില വഷളായി കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ടുള്ള അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെത്തി. അദ്ദേഹത്തിന് സാച്ചുറേഷൻ ലെവലാണെങ്കിൽ പിറ്റേ ദിവസം വെന്റിലേറ്ററിലേക്ക് കയറ്റേണ്ടി വരും. ആ സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഡോക്ടേഴ്സും എല്ലാവരും സീനിയർ സിസ്റ്റേഴ്സും എല്ലാവരും പറഞ്ഞു ഈ സ്ഥിതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വെച്ച് എന്തെങ്കിലും കൊളാപ്സ് ആകും, അതുകൊണ്ട് ഇനി ഇത്രയും പ്രൊഫഷൻ പഠിച്ച ഒരാളല്ലേ, ഇതുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. സെൻറ്റ് ജോസഫ് പള്ളിയിൽ പോയി അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. അച്ഛൻ വന്ന് ഹോസ്പിറ്റലിൽ വന്നു, കണ്ടു. അദ്ദേഹത്തിന് അന്ത്യകുദാശ കൊടുത്തതിന് ശേഷം പരിശുദ്ധ കുർബാനയും കൊടുത്തു. ഞങ്ങൾ അന്ന് മോനെ 8 മാസം പ്രായമേ ഉള്ളൂ. ഈ കൈക്കുഞ്ഞുമായിട്ട് വീൽ ചെയറിലിരിക്കുന്ന ഹസ്ബൻഡുമായിട്ട് ഞാൻ യാത്ര തിരിച്ചു. ഇവിടുന്ന് ഫ്ലൈറ്റിൽ വെച്ച് കരിപ്പൂരിലേക്ക് എത്തിച്ചേരാൻ അരമണിക്കൂർ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം ഫ്ലൈറ്റിൽ വെച്ച് കൊളാപ്സായി. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരു സജ്ജീകരണങ്ങളും ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ എന്ത് ചെയ്യും എന്നറിയില്ല. പൈലറ്റ് ഫ്ലൈറ്റ് താഴ്ത്തി. അതിനുശേഷം അദ്ദേഹത്തിന് സ്വല്പം ശ്വാസം കിട്ടാൻ തുടങ്ങി. അദ്ദേഹം കൈ കൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരാഴ്ച ICUയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആണെന്ന് അദ്ദേഹത്തിന് അസുഖമെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം 1 മാസത്തോളം ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റുമായി കഴിഞ്ഞു. അതിനുശേഷം കർത്താവ് വളരെ വലിയൊരു വിടുതലാണ് നൽകിയത്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾ സന്തോഷത്തോടെ മോൻ്റെ മാമോദിസയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ച് ഇവിടെ വന്ന് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മോൻ്റെ പനി തുടങ്ങി. പനി അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു. ഡോക്ടറെ കാണിച്ചു. ന്യൂമോണിയാന്ന് പറഞ്ഞു. മരുന്ന് കൊടുത്തു, ഫലമായില്ല. ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്കിൻ്റെ തുടർച്ചയാണോ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്താണെന്നറിയില്ല. മോന് സ്റ്റീവൻ ജോൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അസുഖം മോനെ പിടിച്ചു. അവൻ്റെ സ്കിന്നും ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവൻ്റെ ശരീരം ഫുള്ള് അഴുകിപ്പോയി. തല മുതൽ പെരുവിരൽ വരെയുള്ള അവൻ്റെ കോശങ്ങളെല്ലാം അഴുകിപ്പോയി. ആ അസുഖം വന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നതായിരുന്നത് കൊണ്ട് പല തക്കാളിപ്പനിയാണോ അതോ മറ്റെന്തെങ്കിലും അസുഖമാണോ അങ്ങനെ പലവിധ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുമെന്ന് കരുതി ഒരിക്കലും സ്റ്റീവൻ ജോൺസിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോഴും മോനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടർ പറഞ്ഞു മിനി ഇത് സ്കിൻ ഡിസീസാണ്, എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കണം. അപ്പോൾ കുഞ്ഞ് ഈ അസുഖം ബാധിച്ചിട്ട് 3-4 ദിവസമായിട്ട് ഉറക്കമില്ലാതിരുന്നു. ഞങ്ങളും അവനെ നോക്കി ഇങ്ങനെ രാവും പകലും കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുമില്ല. കുഞ്ഞിന് പാല് കുടിക്കുന്നില്ല, അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാനായി പോകുന്ന സമയത്ത് ടാക്സിയിൽ വെച്ച് തന്നെ കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ അതുകൊണ്ട് മോനെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോയി കൊച്ചിനെ കിടത്തി ഉറക്കി. അന്ന് രാത്രിയിൽ ഡോക്ടർ വിളിച്ചു മിനി കുഞ്ഞിനെ കാണിച്ചോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ കാണിച്ചില്ല. അപ്പോൾ ഡോക്ടർ പറയും ഇനി എന്തായാലും മോനെ കാണിക്കണം, മോൻ്റെ നില വഷളാണ്, കുഞ്ഞിനെ കാണിച്ചേ പറ്റൂ, സ്കിന്നാണെന്ന് കരുതി നീ ഉദാസീനത കാണിക്കരുത്, കുഞ്ഞിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്റ്റീവൻ ജോൺസ് തന്നെയാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ അതിൻ്റെതായ ഫെസിലിറ്റികളൊന്നുമില്ല, അതുകൊണ്ട് മോനെ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് സെക്ടറിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അങ്ങനെ അബുദാബി SKMC ഹോസ്പിറ്റലിലേക്ക് മോനെ മാറ്റി. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് മോന് അവൻ്റെ നില വളരെ വഷളാണ്. സ്കിന്ന് BP കഫ് കെട്ടുന്നു, ബ്ലഡ് എടുക്കുന്നു. അവിടെയൊന്നും അവന് ഗോസൊന്നും വെക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുവാണ്.
ഇലക്ട്രോഡ് പിടിപ്പിച്ചാൽ പോലും അതുപോലും അഴുകി പറഞ്ഞു പോയിരുന്നൊരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഞാനിതൊക്കെ കണ്ട് പരിചയമുണ്ട്. എനിക്ക് സങ്കടമുണ്ടെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ജീവിത പങ്കാളി അദ്ദേഹത്തിൽ നിന്ന് പൊട്ടിക്കരയാനല്ലാതെ ഒന്നും സാധിക്കുമായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ശാലോമിലേക്ക് മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറഞ്ഞു. അബുദാബി നേഴ്സസ് മിനിസ്ട്രിയിൽ പറഞ്ഞു, അബുദാബി സെൻറ്റ് ജോസഫിൻ്റെ കരിസ്മയിൽ പറഞ്ഞു. എല്ലായിടത്തുനിന്നും എല്ലാവരും മോന് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 6-ാം തിരുവചനം. ഞാൻ അവൻ്റെ മേൽ ഞരമ്പുകൾ വെച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും അവനിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. അവൻ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ആ വചനമാണ് എല്ലാവരും മോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വചനം. ആ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവൻ്റെ കാവലിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഡോക്ടർ 24 അവേഴ്സ് കഴിയാതെ അത്യാസന്ന നില തരണം ചെയ്യുകയില്ല. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോന് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത്ഭുതകരമായ വിടുതൽ അവനെ വാർഡിലേക്ക് മാറ്റാൻ പറ്റി. അതിനുശേഷമുണ്ടായ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 14 ഡേയ്സ് അഡ്മിഷൻ വേണ്ടി വരും. അപ്പോൾ മോൻ്റെ ഇൻഷുറൻസ് അന്ന് ഗവൺമെൻറ് സെക്ടറിലെല്ലാം ദമാൻ ഇൻഷുറൻസ് മാത്രമേ എടുക്കുകയുള്ളൂ. മോൻ്റെ ഇൻഷുറൻസ് അലീക്കോ ആയിരുന്നു. ആ സമയത്ത് പെർ ഡേ 4000 ദിറംസ് നെറ്റ് എമൗണ്ട് കുഞ്ഞിന് ചിലവാകും. അതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു അതിനുള്ള എമൗണ്ട് നിങ്ങൾ കരുതിയിരിക്കണം. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് 14 ദിവസത്തേക്ക് 54,000 ദിറംസ് വരും. അങ്ങനെ ഞങ്ങൾ കരുതിയിരിക്കുകയാണ്. 7 ദിവസത്തിനകം കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ മോനെ സൗഖ്യം നൽകി. 7-ാം ദിവസം അവൻ ഡിസ്ചാർജ് ചെയ്തു. അവനെ ഡിസ്ചാർജ് ആക്കുന്ന സമയത്ത് 7 ദിവസത്തേക്ക് 28,000 ദിറംസ് ഞങ്ങൾ കരുതണം. ഞങ്ങളുടെ കയ്യിൽ നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, പൈസയില്ല. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു. അപ്പം ജീവിത പങ്കാളി ചോദിക്കും എങ്ങനെ നടക്കും? ഞാൻ പറയും കർത്താവ് തരും, സങ്കടപ്പെടുകയൊന്നും വേണ്ട, എന്തായാലും ഇത്രയും എത്തിച്ച് തമ്പുരാൻ നമ്മളെ ബാക്കിയും കൈവിടത്തില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ മോൻ്റെ ഫൈനൽ സെറ്റിൽമെൻറ്റ് പൈസ അടയ്ക്കേണ്ട സമയമായി. അപ്പം ജീവിത പങ്കാളിയെ ബില്ല് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ കൺസൾട്ടൻറ്റ് ഡോക്ടർ അവിടെ ഉണ്ട്. അതൊരു കനേഡിയൻ സ്ത്രീയായിരുന്നു. ആ സ്ത്രീ ആ ബില്ല് വാങ്ങിയിട്ട് പറഞ്ഞു ഇത് ലൈഫ് ത്രെട്ടണിങ് ആണ് എന്ന് പറഞ്ഞ് ആ ബില്ലങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു 200 ദിറംസ് മാത്രം ആ പേയ്മെൻറ്റ്, അവൻ്റെ മോന് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടി വന്ന ആ 200 ദിറംസ് മാത്രം പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ പറ്റി. അതിനുശേഷം മോന് ആ അസുഖം അതിന് ശേഷമോ പിന്നീട് ഒന്നും ഉണ്ടായില്ല. ഇന്ന് അവൻ മിടുക്കനായി, 9 വയസ്സായി, മിടുക്കനായി, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കർത്താവിൻ്റെ അനന്തമായ കാരുണ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പ്രൈസ് ദ ലോർഡ്. യേശുവെ നന്ദി, യേശുവെ ആരാധന. എൻ്റെ പേര് സിനി ബിനോജ്. ഞാൻ കുവൈറ്റിൽ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഏതാനും മാസങ്ങളേ ആയുള്ളൂ. എന്നെ ഇതിലേക്ക് വരുവാൻ പ്രചോദനം നൽകിയത് നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലെ ഒരു ചേച്ചിയാണ്. ചേച്ചി എന്നോട് ഈ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല ഇതിൽ പങ്കെടുക്കുവാൻ. പക്ഷേ ഒരു ദിവസം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, ഈ കൂട്ടായ്മയിൽ ഒന്ന് പോയാലോ എന്ന്. അങ്ങനെ ഞാൻ ആദ്യമായി നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലെ ആദ്യ നൈറ്റ് വിജിലിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് മനസ്സിലായി എന്നിലൂടെ അനേകരെ വിശദീകരിച്ച് ദൈവത്തിലേക്ക് നയിക്കുവാൻ ദൈവമൊരുക്കിയ ഒരു ഉപാധിയാണ് ഈ കൂട്ടായ്മയെന്ന്. ദൈവത്തെ അറിയുവാനും ആത്മീയമായി കൂടുതൽ വളരുവാനും സാധിച്ചു. അതുപോലെ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിച്ചു. എൻ്റെ ഭവനത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു. ജോലി തിരക്കുകൾക്കിടയിലും ദൈവത്തിനു വേണ്ടി സമയം കണ്ടെത്തുന്ന കാരുണ്യത്തിൻ്റെ മാലാഖമാരെ കണ്ടപ്പോൾ എനിക്കും പ്രചോദനമായി ഇതിലൊരു പങ്കാളിയാകണമെന്ന്. വചനം വായിക്കുവാനും പഠിക്കുവാനും കൂടുതൽ തീഷ്ണത ലഭിച്ചു. കൂടുതൽ തീഷ്ണതയോടെ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് പകരുവാനും എനിക്ക് സാധിച്ചത് ഈ കൂട്ടായ്മയിൽ വന്നതുകൊണ്ടാണ്. ജെറീമിയ 15-ാം അധ്യായം 16-ാം വാക്യം നാം ഇപ്രകാരം കാണുന്നു, അവിടുത്തെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും. മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതും ഈ കൂട്ടായ്മയിൽ വന്നതുകൊണ്ടാണ്. അതുപോലെ 3 കാര്യങ്ങൾ എനിക്ക് കൂടുതലായി ചെയ്യുവാൻ സാധിച്ചു. ഒന്നാമതായി എമർജൻസി OTയിലേക്ക്
മുറിവുകളുമായി അലറി അലച്ചു വരുന്ന രോഗികളെ സൗമ്യമായി ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ വചസ്സുകൾ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ ക്രോധം ശമിപ്പിക്കാനും സാധിക്കുന്നു. സുഭാഷിതം 15-ാം അധ്യായം 1:4 നാം കാണുന്നു, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ്. രണ്ടാമതായി, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിലൂടെ അവരെ ആശ്വസിപ്പിക്കാനും സാധിക്കുന്നു. മൂന്നാമതായി, കിട്ടുന്ന സമയങ്ങളിലൊക്കെ വിശ്വാസ പ്രമാണം കരുണക്കൊന്ത്യം ചെല്ലുവാനും അങ്ങനെ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്താനും സാധിക്കുന്നു. ഈ കൂട്ടായ്മയോട് ഒത്തുചേർന്ന് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സമാധാന സന്തോഷം പകർത്തുവാൻ എല്ലാ നഴ്സുമാരെയും ദൈവം ഒരു ഉപകരണമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് രാജി. ബഹ്റിനിൽ കഴിഞ്ഞ 8 വർഷമായി നേഴ്സായി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഭർത്താവും മക്കളുമൊത്ത് ഇവിടെ താമസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തകർന്ന അവസരത്തിൽ ആശ്വാസദായകനായി തീർന്ന ദൈവം, വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രവിച്ച ദൈവം, ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഇടപെട്ട 2 അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ. എൻ്റെ വിവാഹം കഴിഞ്ഞ് ബഹ്റിനിലേക്ക് വരാൻ ഒത്തിരി താമസമുണ്ടായി. 1 വർഷം കഴിഞ്ഞിട്ടും ഒന്നും ശരിയാകാതെ വന്നപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:14 പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരുമെന്ന്. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 90 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബഹ്റിനിൽ വരുവാനും ഇവിടുത്തെ ഒരു ജോലിയോടുകൂടെ വിസ ലഭിക്കുകയും അങ്ങനെ ഇവിടെ വരുവാനും ദൈവം എന്നെ അനുവദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് 8 മാസം ആയപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങുവാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ ഞാൻ ഒരു 10 മിനിറ്റിന് ശേഷം അതിശക്തമായ പ്രസവ വേദന വന്നു. പെട്ടെന്ന് അമ്മയും ജീവിത പങ്കാളിയും എന്തു ചെയ്യുമെന്നറിയാതെ അവർ പരിഭ്രമിച്ചു. സർവശക്തനായ ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തി. കാറിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായെന്ന് തോന്നിയതുകൊണ്ട് ജീവിത പങ്കാളി ഒരു ആംബുലൻസ് വിളിച്ചുവെങ്കിലും ആംബുലൻസ് എത്തിച്ചേരുന്നതിന് മുമ്പ് വീട്ടിൽ പ്രസവിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വീട്ടിലൊരു പ്രസവം നടന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാമെന്ന്. എനിക്കും കുഞ്ഞിനും ഒത്തിരി ആപത്ത് വരാമായിരുന്നു. പക്ഷേ സർവശക്തനായ ദൈവം ഞങ്ങളെ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചു. ഒരു പ്രശ്നവും കൂടാതെ പിന്നീട് എന്നെയും കുഞ്ഞിനെയും സുരക്ഷിതമായി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അങ്ങനെ കുഞ്ഞിന് 1.5 മാസം പ്രായമായപ്പോൾ കുഞ്ഞിൻ്റെ ചലനശേഷി അല്പം കുറവാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിച്ചു. ശിശുരോഗ വിദഗ്ധൻ കുഞ്ഞിനെ അവിടെ കിടത്തി ചികിത്സിക്കുകയും 1 ആഴ്ച കൊണ്ട് രോഗനിർണയം നടത്തുകയും ചെയ്തു. കുഞ്ഞിൻ്റെ പേശികളുടെ വളർച്ച കുറവാണെന്ന് രോഗനിർണയം നടത്തുകയും അതൊരു ജനിതക രോഗമാണ്. ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞിനെ ദൈവം നൽകിയത് ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോയാൽ പുറത്തുനിന്ന് അണുബാധ ഏൽക്കുകയും അങ്ങനെ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. ഞങ്ങൾ കുഞ്ഞിനെ പുറത്തൊന്നും കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഒരു ജലദോഷം പോലും വരാതെ കുഞ്ഞിനെ ദൈവം സംരക്ഷിച്ചു. അങ്ങനെ നാട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ ഞങ്ങളൊരു ദിവസം അമ്മയുമായി പുറത്തുപോയി. അന്ന് കുഞ്ഞ് ഒത്തിരി സന്തോഷവാനായി കാണപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അതിരാവിലെ കുഞ്ഞിന് 3 മണിയായപ്പോൾ ഞാൻ പാലും കൊടുത്ത് കുഞ്ഞിനെ ഉറക്കാൻ കിടത്തി. ഞാനും ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞ് ഞങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായിരുന്നു. അങ്ങനെ ഒത്തിരി തകർന്ന അവസരത്തിൽ പുറപ്പാട് പുസ്തകത്തിലൂടെ പറയുന്നു, ഞാൻ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന്. ആ വചനം എന്നെ ഒത്തിരി അധികമായി സ്പർശിച്ചു. ആ തിരുവചനത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് ഒത്തിരി പ്രത്യാശ തന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോവുകയും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഇടയാവുകയും ചെയ്തു. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും
പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഒരാൺകുഞ്ഞിനെ നൽകിയാൽ വിശുദ്ധൻ്റെ നാമം നൽകാമെന്നും അതൊരു പെൺകുഞ്ഞായാൽ പരിശുദ്ധ അമ്മയുടെ നാമം നൽകാമെന്നും ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞു. ദൈവത്തിന് സ്തുതി. ഗർഭാവസ്ഥയെ പൂർണ്ണമായ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നേഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാ സഹോദരങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ 2015 ഓഗസ്റ്റ് 20 പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഒരാൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരാൺകുഞ്ഞായതുകൊണ്ട് അവന് ആൻറ്റോൺ എന്ന് പേര് നൽകി. ദൈവവരുവാനയിൽ കുഞ്ഞിനിപ്പോൾ 6 മാസമായി. അവൻ സുഖമായി ഇരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകൾ ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നു. അപ്പോൾ ദൈവം എന്നോടും ചേർന്ന് നിന്ന് എൻ്റെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാൻ ദൈവം എന്നെ ശക്തിയാക്കി. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ നഴ്സുമാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സങ്കീർത്തകനായ ദാവീദിനോടൊപ്പം നമുക്കും ചേർന്ന് പാടാം. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. ദൈവത്തോടുള്ള നമ്മുടെ സ്തുതികളുടെ ശക്തിയാൽ ലോകം മുഴുവൻ നമ്മുടെ സ്തുതികളോട് ചേർന്ന് ആ ദൈവത്തെ പാടിപ്പുകഴ്ത്താൻ ഇടവരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.